അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ അസമിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും. ആവശ്യമെങ്കിൽ ഇയാളെ കേരളത്തിലെത്തിക്കും. അതേസമയം അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. തെളിവെടുപ്പിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, അസമിൽ നിന്ന് സുഹൃത്തിനെ കണ്ടെത്തിയത് കേസിൽ ഏറെ നിർണായകമാകും. നിർണായകമായ മൊഴി സുഹൃത്തിൽ നിന്ന് ഇന്ന് തന്നെ എടുക്കില്ലേ? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, 2 ദിവസം മുൻപാണ് അസമിലേക്ക് ഷാഡോ എസ് ഐ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ യാത്ര തിരിച്ചത്. പ്രധാനമായും പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ സുഹൃത്തിനെ തേടിയായിരുന്നു ഈ യാത്ര. ഇപ്പോൾ പ്രതിയുടെ സുഹൃത്ത് എവിടെയാണെന്ന് ഉള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇയാളുടെ അടുത്തേക്ക് ഈ അന്വേഷണ സംഘം എത്തിച്ചേരും. അതിനുശേഷം ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കാരണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇയാൾക്ക് പല കാര്യങ്ങളും അറിയാം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന് കാരണം നേരത്തെ തന്നെ ഈ പ്രതി അമീറുൽ ഈ കൊലപാതക ദിവസത്തിൻ്റെ തലേന്നാൾ എല്ലാം തന്നെ ഈ പ്രതി അമീറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അക്കാര്യം അമീറുലും സമ്മതിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ തേടി അസമിലേക്ക് ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പോയത്. ഇപ്പോൾ ഇയാൾ എവിടെയാണ് എന്നുള്ളത് 2 ദിവസമായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇയാളും ഒളിവിൽ പോയതായിരുന്നു. ഇപ്പോൾ ഇയാളെ കണ്ടെത്തിയിരിക്കുന്നു. ഇയാളെ അല്പസമയത്തിനകം തന്നെ പോലീസ് ചോദ്യം ചെയ്യും, വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് തന്നെയായിരിക്കും ഇയാളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നും അറിയാനായിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് അല്പസമയത്തിനകം തന്നെ കടക്കും. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു നിമിഷമാണിത്. ഈ പ്രതിയുടെ സുഹൃത്തിനെ കൂടി ഏറെ ദിവസമായി തിരയുന്ന പ്രതിയുടെ സുഹൃത്തിനെ കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇയാളുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാകും. കൊലപാതക സമയത്ത് അമീറിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ഒരുപക്ഷെ പോലീസ് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർന്നിരുന്നു. അത് ഈ സുഹൃത്താകാനാണോ സാധ്യത? അത്തരത്തിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടാണോ അസമിലേക്ക് പോലീസ് എത്തിയതും? അങ്ങനെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. മാത്രമല്ല ഈ കൊലപാതകത്തിൻ്റെ തലേന്നാൾ ഇവർ ഒരുമിച്ചുണ്ടാവുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തതായും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അന്നേ ദിവസം ഇയാൾ ഈ അമീറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പലരും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. കൊലപാതകം താൻ ഒറ്റയ്ക്കാണ് നടത്തിയത് എന്ന് ഇയാൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇയാളുടെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ആസാമിൽ സമാന രീതിയിലുള്ള കുറ്റകൃത്യം, അതായത് ഒരു സ്ത്രീയെ 6 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇവർ പ്രതിയല്ല എങ്കിൽ കൂടിയും അമീറുലിൻ്റെ സുഹൃത്തുക്കളായവർ തന്നെയാണ് ഇതിലും പ്രതികളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അമീറുൽ പോലീസിനോട് പറഞ്ഞത് താൻ ഒറ്റയ്ക്കല്ല, 1ൽ കൂടുതൽ പേർ ചേർന്നാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് ഒരിക്കൽ അമീറുൽ പോലീസിന് മൊഴി നൽകുകയുണ്ടായി. പിന്നീട് ഇത് മാറ്റി താൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പോലീസിനോട് പറയുകയുണ്ടായി. ഇതിന് കാരണമായി ജിഷയോടുള്ള വൈരാഗ്യമാണ് എന്നെല്ലാം പോലീസിനോട് പറഞ്ഞെങ്കിൽ തന്നെയും ഈ അമീറുലിൻ്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നത്. അപ്പോഴാണ് ഈ സുഹൃത്ത് ആസാമിലാണ് ഉള്ളത് എന്ന് മനസ്സിലായത്. തുടർന്നാണ് അവിടേക്ക് ഈ അന്വേഷണ സംഘത്തിലെ എസ് ഐ ഗോപകുമാർ അടക്കമുള്ളവർ ആസാമിലേക്ക് പോയത്. ഇയാളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ വളരെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം അമീറിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ, ഒപ്പം തെളിവെടുപ്പിനായി പോലീസ് എപ്പോഴാകും അമീറിനെ കസ്റ്റഡിയിൽ വാങ്ങുക? അഞ്ജു, ഇന്നലെയാണ് തിരിച്ചറിയൽ പരേഡിന് എറണാകുളം CJM കോടതി അനുമതി നൽകിയത്. ഈ തിരിച്ചറിയൽ പരേഡ് ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വേണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നയൻ
കോടതി, അതായത് കുന്നുംപുറം മജിസ്ട്രേറ്റിനെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൗകര്യം കണക്കിലെടുത്ത് നാളെയാണ് ഈ എറണാകുളം ജില്ലാ ജയിലിൽ വെച്ച്, അതായത് കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തുക. നാളെ രാവിലെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഈ പ്രതിയെ നേരത്തെ കണ്ടു എന്ന് മൊഴി നൽകിയവരെയാണ് ഈ തിരിച്ചറിയൽ പരേഡിനായി വിളിക്കേണ്ടത്. അവർക്ക് എല്ലാവർക്കും അറിയിപ്പ് നൽകണം. മാത്രമല്ല ഇയാളുമായി രൂപസാദൃശ്യമുള്ളവരെ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഈ ജയിലിൽ തന്നെ പരേഡിനായി നിർത്തണം. അതിനെല്ലാം അല്പം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ആയിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക. ഈ നേരത്തെ ഇയാളെ കണ്ടു എന്ന് പറയുന്നവരെല്ലാം തന്നെ തിരിച്ചറിയൽ പരേഡിനായി വരാൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കുന്നുംപുറം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ ജയിലിൽ വെച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തുക. ഈ തിരിച്ചറിയൽ പരേഡ് നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും പ്രതി അമീറുളിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി പോലീസ് അപേക്ഷ സമർപ്പിക്കുക. കുറുപ്പമ്പടി കോടതിയിൽ തന്നെയാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുക. കാരണം വലിയ രീതിയിലുള്ള തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പോലീസ് സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തേക്ക് വരെ ഈ തെളിവെടുപ്പ് പ്രക്രിയ കൊണ്ടുപോകണം എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ അമീറിന് ആവശ്യമാണ്. കാരണം ഇപ്പോൾ നിലവിൽ ഈ കൊലപാതക കാരണം വൈരാഗ്യമാണ്. ഇത്തരത്തിൽ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പ്രതിരോധിച്ചതാണ് കൊലയ്ക്ക് കാരണമായത് എന്നെല്ലാം അമീറുൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന് പിന്നിലുള്ള മുഴുവൻ ചുരുളുകളും, കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. അതിന് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. അതിനാണ് പോലീസ് ഇത്രയും ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. അത് ഈ തിരിച്ചറിയൽ പരേഡ് നാളെ നടത്തി. ഉമേഷ് അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ അസമിൽ നിന്ന് കണ്ടെത്തി. സുഹൃത്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചനകൾ. ഇന്ന് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യും. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.